അതായത് സംരക്ഷണത്തിന് ഒരു എളുപ്പ വഴിയെന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. അതെങ്ങനെ മനസ്സിലാക്കുക? ദൈവത്തെ നമ്മൾ എല്ലാ ദിവസവും നീ ദൈവത്തെ നിനക്ക് ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റാൽ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താം ഇല്ലേ? ഒരു അപകടം പിണയാൻ പോയി പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ടെങ്കിൽ അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ മക്കളെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ കളയരുത്. കാര്യം അത് നമുക്ക് സംരക്ഷണം തരികയാണ്. അത് അറിയണമെങ്കിലേ റോമ 1:28 എടുത്തേ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അപ്പം ഈ ദൈവത്തെ മഹത്വപ്പെടുത്തണത്, അംഗീകരിക്കണത്, ഇപ്പം എല്ലാ വിഷയങ്ങളും ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം. അല്ലാതെ എൻ്റെ കഴിവാണെന്ന് പറയരുത്. എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധിപരമായ നീക്കമാണ്, എൻ്റെ തന്ത്രമാണ്, കുതന്ത്രമാണ്. അങ്ങനെ ഈ പൊട്ടൻ മനുഷ്യർ അങ്ങനെയൊക്കെ ഈ ക്രെഡിറ്റ് സ്വന്തമായിട്ട് അക്കൗണ്ട് ചെയ്യും. പക്ഷേ എന്താ പറ്റുക? സംരക്ഷണം പോകും. നിങ്ങൾ വഴി, നിങ്ങൾക്ക് ജന്മവും ജീവിതവും തന്ന ദൈവം വഴി നിങ്ങൾ എന്ത് നേടിയാലും അത് ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ചിന്തിക്കുന്നവനാണ് വിശ്വാസി എന്ന് പറയണത്. അത് സംരക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതി അംഗീകരിക്കാതിരുന്നാൽ എന്ത് പറ്റും? അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ഏൽപ്പിക്കപ്പെടും. സംരക്ഷണം പോകുന്നർത്ഥം. അപ്പോഴേ ദൈവത്തെ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മൾ നേടുന്ന നേട്ടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ വിളിച്ചു പറയാതിരുന്നാൽ സ്വാഭാവികമായിട്ട് സംരക്ഷണം പോകുമ്പോൾ എന്ത് പറ്റും? ആ അനുചിത പ്രവൃത്തികൾക്കും അധമവികാരങ്ങൾക്കും ഏൽപ്പിക്കപ്പെടും. അപ്പോൾ അനുചിത പ്രവൃത്തികൾക്കും അധമവികാരങ്ങൾക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ദൈവത്തെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ എല്ലാ മേഖലകളിലും ദൈവത്തെ അംഗീകരിക്കണം. അത് സംരക്ഷണത്തിൻ്റെ ഒരു ഫോർമുലയാണ്. ഇനിയെങ്കിലും ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും അതിൻ്റെ സെൽഫ് ക്രെഡിറ്റായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യാതിരിക്കാനാണ് നല്ലത്. മറിച്ച് എല്ലാം ദൈവത്തിൻ്റെ ഒരു മഹത്വത്തിന്. ഞാൻ ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നും പറഞ്ഞ് നമ്മുടെ ഇഗ്നേഷ്യസ് ലയോളയും ഫ്രാൻസിസ് സേവറും കത്തുകൾ എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ ഉപരിമഹത്വത്തിന്. അത് എഴുതിയിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുന്നത്. അതുപോലെ തന്നെയാണ് നീയുമെങ്കിൽ അത് നമുക്ക് വല്ലാത്തൊരു സംരക്ഷണം തരും. ഓക്കെ അല്ലേ? താങ്ക് യു.